ഈ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിനെ അതെ. കൺട്രോൾ ചെയ്യുന്ന ഒരു അതെ, അതെ, ഫാക്ടർ അതെ. എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുപാട് പേര് നമ്മളെ ജീവിതത്തെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഉം, ഉം. അപ്പോൾ ഈ സെക്സിനെ കുറിച്ച് ഈ ആധികാരികമായ ഒരു ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആളുകൾ വന്നിരുന്ന് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യണം, നിങ്ങൾ പാർട്ട്ണറിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവർ ഒരു സെക്സോളജിസ്റ്റോ സെക്സ് തെറാപ്പിസ്റ്റോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ അവർ പറയുന്നതിനെ കൊണ്ട് ചിലപ്പോൾ തെറ്റായ ഇൻഫർമേഷൻ നമ്മൾ ഫീഡ് ചെയ്യപ്പെടും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും. ഇങ്ങനെ ഒത്തിരി ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സൈക്കോളജിയെക്കുറിച്ച് സൈക്കോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് പോലും ഉം. ഇല്ലാത്തവര് പല ടെക്കുകളും ഈ സൈക്കോളജിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് അവരെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റൻഷനൊക്കെ അത് എങ്ങനെ ഒരു വൈറലായി ആ, മാറും. അതെ അതെ. ചില സബ്ജക്റ്റുകളുണ്ട്. ആ ഒരു ഉം. വേർഡ് കാണുമ്പോൾ തന്നെ മനുഷ്യർ അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഉം. പക്ഷേ ആരാണ് ഈ പറയുന്ന വ്യക്തി? ഉം. എന്താണ് അവരുടെ വിദ്യാഭ്യാസം? അതെ. ആ മേഖലയിലുള്ള നൈപുണ്യം, എക്സ്പീരിയൻസ് എന്താണ്? ഉം. അതൊരു റൈറ്റ് പേഴ്സൺ ആണോ ഇത് പറയും? ഇതും ഉം. പലരും നോക്കാറില്ല. അതെ. ആ ഞാൻ ഭയങ്കര വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ കണ്ട് വണ്ടർ അടിക്കാറുണ്ട്. ഉം. കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇൻഫോർമേഷൻസ് ഉം. കുറച്ചൊക്കെ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബുക്ക് ചെയ്യുന്നോ എന്തെങ്കിലും അതെ ഗൂഗിൾ അതെ. സെർച്ച് ചെയ്തോ എന്തെങ്കിലുമൊക്കെ പറയുന്നു. ഉം. തുടക്കം ഉണ്ടാവില്ല, ഒടുക്കം ഉം. ഉണ്ടാവില്ല. ആ ഒരു മെയിൻ കഷ്ണം മാത്രം പറഞ്ഞിട്ട് ഒത്തിരി ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നതും മിസ്ഗൈഡ് ഉം. ചെയ്യുന്നതായിട്ടുള്ള കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയായാലും ഈ സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോൾ റൈറ്റ് ഇൻഫോർമേഷൻ ആണോ, ഉം. ക്വാളിഫൈഡ് പേഴ്സൺ ആണോ അത് തരുന്നത്, ഉം. കറക്റ്റ് ആണോ എന്ന് നോക്കാതെ ഇതിലേക്ക് പോയി അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ വേറെ രീതിയിലേക്ക് നിങ്ങൾക്ക് അത് അബദ്ധത്തിലേക്ക് പോയി നിങ്ങളുടെ ലൈഫിനെ എസ്പെഷ്യലി സെക്ഷൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് അതെ. ആയതാണ് വേറെ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉം. അതേപോലെ തന്നെ ആരെങ്കിലും പരസ്യം ചെയ്യുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ തഡാഫിലോ സിപ്നാഫിലോ ഒന്നും കടയിൽ ഓവർ കൗണ്ടർ ഉം. മെഡിസിൻ അല്ല, എന്നാൽ പോലും അതെ. ചോദിച്ച പല കടയിലും ഇതൊന്നും മേടിച്ച് ഉപയോഗിക്കാതെ അതുപോലെ ആയുർവേദ ബ്രാൻഡുകളിൽ ഇറങ്ങുന്നത് സേഫ് ആണെന്ന് ഉം. കരുതി തെറ്റിദ്ധരിച്ച് അത് കാരണം ഇത് ഒരിക്കലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആരും പുറത്ത് ഡിസ്കസ് ചെയ്യാറില്ല. അതെ. കാരണം അത് മറ്റുള്ളവർ അറിയുമെന്നുള്ളൊരു പേടി കൊണ്ട് ഉം. അവരവരെ സ്വകാര്യമായിട്ട് വയ്ക്കുകയാണ് ചെയ്യാറ്. ഉം. ഇതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പൈസ നഷ്ടം, ഉം. ഇതിലേക്ക് പോയി പെടരുതെന്നാണ്. നിങ്ങൾ റൈറ്റ് ഒരാളെ കണ്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലം എന്തെന്ന് അത് കറക്റ്റായിട്ട് പരിഹരിച്ച് ഉം. അത് ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ.